ബന്ദിമോചനം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെക്കുമെന്ന് ഹമാസിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കരാർ ഇസ്രായേൽ നിരന്തരം ലംഘിക്കുന്നതായി ഹമാസ് നേതൃത്വം അറിയിച്ചു. ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച അനിശ്ചിതത്വത്തിൽ തുടരുന്നു. ഗസ ഏറ്റെടുക്കുമെന്ന നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഫലസ്തീനികൾക്ക് ഗസ പ്രദേശത്തേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ലെന്നും ട്രംപ് പ്രതികരിച്ചു. ജോർദാനിലെ അബ്ദുള്ള രാജാവുമായി ട്രംപ് ഇന്ന് ചർച്ച നടത്തും. MCA നാസർ വിശദാംശങ്ങൾ നൽകാൻ ദുബായിൽ നിന്ന്. MCA, ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച എന്തുകൊണ്ടാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായത്? ഈ വെടിനിർത്തൽ ധാരണയനുസരിച്ച് രണ്ട് പക്ഷവും ഇനി എത്ര കണ്ട് ബന്ദികളെയും തടവുകാരെയും വിട്ടയക്കാനുണ്ട്? ഇതിപ്പോൾ ഇസ്രായേൽ കരാർ ലംഘിക്കുന്നു എന്ന് ഹമാസ് പറയുന്നതിനുണ്ടായ സാഹചര്യം എന്താണ്? സൈഫുദ്ദീൻ, അല്പം മുമ്പാണ് ഹമാസിന്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. ഇത് പ്രകാരം അടുത്ത ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം തൽക്കാലം മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത്. ഇതിന് ആധാരമായിട്ട് ഹമാസ് നേതൃത്വം വിശദീകരിക്കുന്നത് നിരന്തരമായിട്ട് ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കാൻ ഇസ്രായേൽ ശ്രമം തുടരുന്നു. കാരണം ഗസയിലേക്കും മറ്റും തിരിച്ചു വരുന്ന ആളുകൾക്ക് നേരെ ഷെൽ വർഷവും അതോടൊപ്പം തന്നെ വെടിവെപ്പും നടക്കുന്നു. അതിൽ ചിലർക്കൊക്കെ പരിക്കേൽക്കുന്നു, ചിലർ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ ബന്ദികളെ കൈമാറുന്നതിന് പകരം വിട്ടയക്കുന്ന തടവുകാരുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വിട്ടയച്ച തടവുകാരെ തന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന, അങ്ങനെ നേരത്തെ വ്യവസ്ഥ പ്രകാരം പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും വിരുദ്ധമായ വളരെ പ്രകോപനപരമായിട്ടുള്ള നടപടികളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നത്. അത് മാത്രമല്ല, ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കാനും ഇന്ധനം എത്തിക്കാനും മറ്റ് യന്ത്രസാമഗ്രികൾ എത്തിക്കൊണ്ട് ഈ അവശിഷ്ടങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇതൊക്കെയും വ്യവസ്ഥകളിൽ ഉൾപ്പെട്ടതാണ്. പക്ഷെ ഇതൊക്കെയും അനുവദിക്കാൻ ഇസ്രായേൽ നേതൃത്വം, സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഇനിയും തയ്യാറാവുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കുറെ കൂടി ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അടുത്ത ശനിയാഴ്ച നടക്കേണ്ട ബന്ദിമോചനം തൽക്കാലം മരവിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഹമാസ് നടത്തിയിരിക്കുന്നത്. ഇതിന് പ്രതികരണമായിട്ട് അല്പം മുമ്പ് നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. അത്തരമൊരു നീക്കവുമായിട്ട് ഹമാസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. വളരെ ശക്തമായി നിലയുറപ്പിക്കാൻ സൈന്യത്തിന് ഇപ്പോൾ ഇസ്രായേൽ സൈനിക നേതൃത്വം നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം നെത്സരീം ഇടനാഴിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാത്രമാണ് ഇസ്രായേൽ സൈന്യം പിന്മാറിയത്. ഇപ്പോഴത്തെ ബഫർ സോണിൽ നിലയുറപ്പിച്ചിരിക്കുന്ന സൈന്യം ഒരുപക്ഷെ വീണ്ടും ഗസയിലേക്ക് ആക്രമണവുമായിട്ട് വരാനുള്ള വലിയ സാധ്യതകളുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. എന്തായാലും നാളെ രാവിലെ സുരക്ഷാ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ അടിയന്തരമായിട്ടുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേലിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഈ മന്ത്രിസഭാ യോഗമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. നേരത്തെ തന്നെ നെതന്യാഹുവിനോട് ഈ ആക്രമണം ഗസയിൽ പുനരാരംഭിക്കണം എന്ന വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം തീവ്ര വലതുപക്ഷ മന്ത്രിമാരൊക്കെയും നടത്തുന്നുണ്ട്. അത്തരമൊരു നിർദ്ദേശം, പിന്നെ അത്തരമൊരു സമ്മർദ്ദം നിലനിൽക്കെയാണ് ഇപ്പോൾ ഹമാസിന്റെ ഈ ഒരു പ്രസ്താവന ചൂണ്ടിക്കാട്ടി കുറെ കൂടി കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ നേതൃത്വം തയ്യാറെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നിട്ട ദിവസങ്ങളിൽ രൂപപ്പെട്ട ഈ വെടിനിർത്തൽ കരാറിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും അതിശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ഒരു നടപടിയോ നീക്കമോ സമ്മർദ്ദമോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നാളെ രാവിലെ ചേരുന്ന ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗമായിരിക്കും ഇനി ഗസയുടെ സമാധാനവും ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീർപ്പ് കൽപ്പിക്കുക, അല്ലെങ്കിൽ തുടർ ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. സൈഫുദ്ദീൻ, അതിനിടയിൽ ഫലസ്തീനികൾക്ക് ഗസ പ്രദേശത്തേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ട്രംപിനെ കൂടി കാണാം. MCA, ഇപ്പോൾ ഈ ജോർദാനിലെ അബ്ദുള്ള രാജാവുമായി ട്രംപ് ചർച്ച നടത്തുന്നുണ്ടല്ലോ. എന്താണ് ചർച്ചയിലെ അജണ്ടകൾ? ഈ ഗസ വിഷയം ജോർദാൻ രാജാവ് ട്രംപുമായി സംസാരിക്കാനിടയുണ്ടോ? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും ഗസയുമായി ബന്ധപ്പെട്ട പുതിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങൾ, ഇതിൽ ജോർദാൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നിലയ്ക്കും ഫലസ്തീനികളെ അവിടെ നിന്ന് പുറന്തള്ളുന്നതിനെ തന്റെ രാജ്യം അനുകൂലിക്കുകയില്ല. ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ഫലസ്തീനികൾ ജോർദാനിൽ വസിക്കുന്നുണ്ട്. പുതുതായിട്ട് ഇനി ഫലസ്തീനികളെ ഉൾക്കൊള്ളാൻ താൻ തയ്യാറല്ല. അത് മാത്രമല്ല, ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ് ഗസ. അതുകൊണ്ട് ഒരു നിലക്കും പിന്നെ ഗസയിലെ ജനങ്ങളെ, ഫലസ്തീനികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് തുരത്താനുള്ള
തരാനുള്ള ഒരു നീക്കത്തെ തന്റെ രാജ്യം പിന്തുണയ്ക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രിയോ അതല്ലെങ്കിൽ നാളെ രാവിലെയോ വെളുപ്പിനോ ആയിരിക്കും ജോർദാനിലെ അബ്ദുല്ല രാജാവുമായിട്ടുള്ള ട്രംപിന്റെ ചർച്ച നടക്കുക. ട്രംപ് ഇപ്പോൾ ഇതുവരെ വ്യക്തമാക്കിയതും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രതികരണം ഗസയെ വില കൊടുത്ത് താൻ വാങ്ങും, അവിടെ റിയൽ എസ്റ്റേറ്റിന്റെ സാധ്യതകൾ രൂപപ്പെടുത്തും, അറബ് രാജ്യങ്ങൾ ഈ പലസ്തീനികളെ ഏറ്റെടുക്കണം എന്ന അതേ നിലപാട് തന്നെയാണ് ട്രംപ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകോപനപരമായിട്ടുള്ള നടപടികൾ സ്വാഭാവികമായിട്ടും മേഖലയിൽ സൃഷ്ടിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ട്രംപിനെ താൻ ബോധ്യപ്പെടുത്തുമെന്ന് യാത്ര പുറപ്പെടും മുമ്പ് തന്നെ അബ്ദുല്ല രാജാവ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ കൂടിക്കാഴ്ച വളരെ നിർണായകമായിരിക്കും. കാരണം ഏത് നിർദ്ദേശമാണ്, ഏത് പ്രഖ്യാപനമാണ് ജോർദാൻ രാജാവുമായിട്ടുള്ള സംഭാഷണത്തിൽ ട്രംപ് മുന്നോട്ട് വെക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും തന്റെ നിലപാടിൽ മാറ്റമില്ല. ഗസ താൻ ഏറ്റെടുക്കും, പലസ്തീനികൾക്ക് ഒരിക്കലും തന്നെ അങ്ങോട്ട് മടങ്ങി വരാനുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവുകയില്ല എന്ന വീണ്ടും വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും നീക്കങ്ങളുമായിട്ടാണ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ആ ഒരു ബലത്തിലാണ് നെതന്യാഹു കുറെ കൂടി ശക്തമായിട്ടുള്ള നടപടികളിലേക്ക്, ഒരുപക്ഷെ സൈനിക ആക്രമണം പുനരാരംഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇസ്രായേൽ ആലോചിക്കുന്നതും ഈ ട്രംപ് ഭരണകൂടം നൽകിയിരിക്കുന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല $8 ബില്യൺ ആയുധങ്ങൾ പൊതുവായിട്ട് ഇസ്രായേലിനെ കൈമാറാനുള്ള ഒരു നീക്കവും ട്രംപ് ഭരണകൂടം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ വിനാശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഗസയെയും മേഖലയും കൊണ്ടുതള്ളാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം കൂടിയാണ് ഇസ്രായേൽ യാങ്കി അച്ചുതണ്ട് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നതും അതിന്റെ തുടർ നീക്കങ്ങളാണ് ഇപ്പോൾ പല തലങ്ങളിലായിട്ട് നടന്നു വരുന്നതും. സൈഫുദ്ദീൻ. MCA നാസറാണ് ദുബായിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.